വെള്ളം ഗ്ലാസ്സും കാണുന്നുണ്ടല്ലോ. ഇതിനകത്ത് എന്താ ഉള്ളത്? വെള്ളം അല്ലേ. ഞാനിപ്പോൾ ഈ വെള്ളം ഈ ഗ്ലാസ് ചരിക്കുകയാണ്, ഞാനിത് താഴോട്ട് ഒഴിക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും താഴോട്ട് വീഴുക? ചായ വീഴുമോ? ജ്യൂസ് വീഴുമോ? ഗ്ലാസ്സിൽ എന്താ നോക്കുന്നുണ്ടോ? അതോ പായസം വീഴുമോ? ഇല്ല അല്ലേ. കാരണം എന്താ? ഗ്ലാസ്സിൽ വെള്ളമാണ്, ഗ്ലാസ്സിൽ എന്താണോ ഉള്ളത് അതേ പുറത്തോട്ട് വീഴുള്ളൂ. നമ്മുടെ ഇമോഷൻസിൻ്റെ കാര്യവും അതുതന്നെയാണ്. എൻ്റെ ബോഡിയിൽ, എൻ്റെ മനസ്സിൽ എന്താണോ എനിക്ക് ഫീലിംഗ് ആയിട്ട് തോന്നുന്നത് അത് തന്നെയാണ് ഞാൻ പുറത്തോട്ട് കാണിക്കുന്നതും എടുക്കുന്നതും. ഇപ്പോൾ ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, വളരെ ദേഷ്യപ്പെട്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ അവിടെയുള്ള എല്ലാവരുമായിട്ടും അടിയിട്ടു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ ഞാൻ എത്തിയപ്പോൾ തന്നെ എനിക്ക് വളരെ ദേഷ്യമായിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് വയ്യ, എനിക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നാണ്. പക്ഷേ അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് വന്ന് അതെടുത്ത് തരുമോ, ഇതെടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആദ്യം എന്തായിരിക്കും അവരോട് വരുന്നത്? എടുത്ത് തരാട്ടോ എന്നായിരിക്കുമോ ആദ്യം വരുന്നത്? എനിക്കെങ്ങും വയ്യ, ഒന്ന് ഇരുന്നോട്ടെ, ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ഫ്രസ്ട്രേഷനോ ഒരു ഹെൽപ്ലെസ്നെസ്സോ ആയിരിക്കുമോ പുറത്ത് വരുന്നത്? എൻ്റെ ബോഡിയിലും മൈൻഡിലും ഉണ്ടായിരുന്ന എന്താണോ അതായിരിക്കും കൂടുതലും നമ്മൾ ആദ്യം നമ്മുടെ പുറത്ത് വരുന്നത്. അതേസമയം നമ്മൾ അവെയറാണ്, ഓക്കെ എൻ്റെ ബോഡിയിൽ എനിക്കിപ്പോൾ നല്ല ദേഷ്യം വന്നിരിക്കുകയാണ്, ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്, ഐ എം സോ സോറി, ഞാൻ എടുത്തു തരാം, എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം എന്നെനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്കിൽ ഞാൻ അവെയർ ആയിരിക്കണം എനിക്ക് ആക്ച്വലി എന്താ തോന്നുന്നത് എന്നുള്ളത്. ആ ഒരു അവെയർനെസ്, ഇപ്പം നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ റെഗുലേറ്റഡ് ആയിട്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനുമുള്ളവരെയും ടേക്ക് കെയർ ചെയ്യാനായിട്ട് നമ്മൾ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എൻ്റെ ഗ്ലാസ്സിൽ ഇപ്പോൾ എന്താണ്? എൻ്റെ ഗ്ലാസ്സിൽ ആസ് ഇൻ എൻ്റെ ബോഡിയിലും എൻ്റെ മൈൻഡിലും ഇപ്പോൾ എന്താണ്? എനിക്കിപ്പോൾ എന്താണ് തോന്നുന്നത്? എനിക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളൊരു അവെയർനെസ് എനിക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില കൗൺസിലിങ്ങിന് ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കാനാണ്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാനാണ് പോകുന്നതെങ്കിലും അവർ ചിലപ്പോൾ നമ്മളോട് പറയാറുണ്ട് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്കും കൂടെ പോകൂ. ഇപ്പോൾ ഒരു ബാഡ്മിൻ്റൺ കളിക്കാൻ പോവോ, അല്ലെങ്കിൽ നടക്കാൻ പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജിമ്മിൽ ജോയിൻ ചെയ്യോ, എന്തെങ്കിലും ചെയ്യൂ, യോഗ ചെയ്യൂ എന്നൊക്കെ പറയുന്നതിൻ്റെ ഇൻറ്റൻഷൻ നമ്മുടെ മസിൽ മൂവ്മെൻറ്റ് നടക്കണം, നമ്മുടെ ബോഡി ഒന്ന് അനങ്ങണം എന്നുള്ളത് കൊണ്ടിട്ടാണ്. എന്തിനാണ് അനങ്ങിയിട്ട് നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്ന, അതായത് എനിക്ക് ദേഷ്യം വരുന്നു, എനിക്കിവിടെ പൊട്ടിത്തെറിക്കാൻ പറ്റില്ല, ഞാനത് സപ്രസ് ചെയ്ത് വെക്കുകയാണ്, ഞാനത് ഉള്ളിലോട്ടെടുത്ത് വെക്കുകയാണ് എന്നുള്ള ഈ ഇമോഷൻസ് ഞാനിങ്ങനെ എൻ്റെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ചിലപ്പം ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത്, നമ്മൾ ഭയങ്കര ടെൻഷനോടുകൂടി ദേഷ്യമൊക്കെ ഉള്ളൊരു സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഈ ഷോൾഡറിലായിരിക്കും നമുക്കൊരു സ്റ്റിഫ്നെസ് തോന്നും, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഒന്നും ഇല്ലാതെ നമുക്ക് ഇവിടെയൊക്കെ വേദന തോന്നും. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന, എനിക്ക് വളരെ ദേഷ്യം വന്നിരിക്കുകയാണ്, അത് പൊട്ടിത്തെറിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷെ ഞാനിങ്ങനെ പിടിച്ച് വെക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ തൊണ്ടയിലൊരു പിടുത്തം പോലെ ഒരു സംഭവം തോന്നാറില്ലേ? അപ്പം നമ്മുടെ ബോഡിയിൽ നമുക്ക് എന്തൊക്കെ മൈൻഡിൽ ഇമോഷൻസ് തോന്നുകയാണെങ്കിലും നമ്മുടെ ബോഡിയിലും അത് ഫീൽ ചെയ്യുകയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ടെൻഷനായിട്ടും BP ആയിട്ടും സ്ട്രെസ്സായിട്ടും ഒക്കെ നമ്മുടെ ടെൻഷനുകൾ ഇങ്ങനെ വരുന്നത് ബോഡിയിലാണ്, അത് അസുഖങ്ങളായിട്ട് എൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ മസിലുകളിലും ഓരോ സ്ഥലത്തെ മസിലുകളിലും ഇങ്ങനെ ഓരോ ഇമോഷൻസ് കെട്ടിക്കിടക്കുന്നത് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്ത് നമ്മുടെ കൗൺസിലർ യോഗയ്ക്ക് പോകുമോ, അല്ലെങ്കിൽ നടക്കാൻ പോകുമോ, അല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യൂ എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും നല്ലതാണ് എന്നുള്ളതാണ്. അപ്പം ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നുള്ളൊരു കാര്യം എടുക്കുമ്പം ഫിസിക്കലായിട്ടുള്ള ആസ്പെക്ട്സും അതിനകത്തുണ്ട്. തെറപ്പി, സൈക്കോതെറപ്പി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് മാത്രമുള്ള കാര്യമാണെന്ന് വിചാരിക്കും. ഫിസിക്കലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇമോഷണൽ വെൽബീയിങ്ങിനെയും നോക്കിക്കാണുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. മൂന്നാമതായിട്ട് സോഷ്യലായിട്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളുടെ ഏകദേശം സിമിലറായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കടന്നു പോകുന്ന കുറച്ച് ആൾക്കാരുമായിട്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന, ഒരുമിച്ചൊരു കമ്മ്യൂണിറ്റി ഫീലിംഗ്, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയുടെ സെഷൻസ് എന്ന് പറയുന്നത്. ഇന്ന് എനിക്കിപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് എന്ന് നമ്മൾ ഗ്ലാസിൻ്റെ കാര്യത്തിൽ ചോദിച്ചില്ലേ? ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളുടെ കൂടെയുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ പോലും എനിക്കിപ്പോൾ
വളരെയധികം ദേഷ്യം വരുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞുവാവയാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കുഞ്ഞുവാവ ദേഷ്യപ്പെടുന്നത്? കൈയൊക്കെ ചുരുട്ടി എല്ലായിടവും ഇങ്ങനെ മുഖമൊക്കെ ചുളുക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത്. നമുക്കും ആക്ച്വലി ദേഷ്യം നമ്മളും പണ്ട് എക്സ്പ്രസ് ചെയ്തിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് അത്രയൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ദേഷ്യമൊക്കെ നമ്മൾ ഉള്ളിലോട്ട് പിടിച്ചു വെക്കുമ്പോൾ നമ്മൾ കൂടുതലും ചിലപ്പോൾ കൈ ഇങ്ങനെ ചുരുട്ടിയായിരിക്കും വെക്കുക. അപ്പോൾ നമുക്ക് ഈ ദേഷ്യം എങ്ങനെ റിലീസ് ചെയ്യാം, സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് റിലീസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ദേഷ്യം റിലീസ് ചെയ്യാമെന്നൊക്കെ ടൈപ്പ് ചെയ്ത് ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ വല്ല ബ്രീതിങ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ദേഷ്യം എന്നുള്ളത് അക്നോളജ് ചെയ്യണമല്ലോ. ദേഷ്യമാണ് എനിക്കുള്ളത്. ദേഷ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ബ്രീത് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നിരിക്കും. അപ്പോൾ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവണം എന്നില്ല നമുക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ദേഷ്യമായിട്ട് തന്നെ ഇരിക്കാം. ഓക്കെ, എനിക്ക് ദേഷ്യം വരുന്നു, എൻ്റെ കപ്പിൽ, എൻ്റെ ബോഡിയിൽ, എൻ്റെ മൈൻഡിൽ ഇപ്പോൾ നല്ല ദേഷ്യമാണ്. നമുക്ക് കൈ ചുരുട്ടി തന്നെ വെക്കാം, നമുക്ക് ബോഡിയും വേണമെങ്കിൽ നല്ല സ്റ്റിഫായി തന്നെ വെക്കാം. ഈ സ്റ്റിഫായിരിക്കുന്നത് നമുക്ക് പതുക്കെ നമ്മുടെ ബോഡിയെ റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഈ ചുരുട്ടി ഇങ്ങനെ വെച്ചേക്കുന്ന സാധനം പതുക്കെ റിലീസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒന്ന് റിലാക്സ് ചെയ്യൂ, ഇപ്പോൾ ഇരിക്കുന്ന രീതിയിൽ ജസ്റ്റ് റിലാക്സ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചാരി ഇരിക്കുമായിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതൊന്ന് നന്നായിട്ട് സ്റ്റിഫാക്കിയിട്ട് ഒന്ന് റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ബ്ലഡ് ഫ്ലോ പോകുന്നതും അല്ലെങ്കിൽ ആ റിലാക്സേഷൻ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ആ ആങ്കറോ അല്ലെങ്കിൽ ടെൻഷനോ നമുക്ക് അക്നോളജ് ചെയ്ത് നമുക്ക് ആ ചുരുട്ടി തന്നെ വെച്ച് നമുക്ക് നന്നായിട്ട് സ്റ്റിഫായിട്ട് അതിന് ശേഷം ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സാധനം ഇപ്പോൾ നമ്മുടെ ചുറ്റിനും കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്കത് പബ്ലിക്കായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലായിരിക്കും. പക്ഷേ ഇത് നമുക്ക് എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ നമുക്കിത് എപ്പോഴാണോ തോന്നുന്നത് വളരെ ഓവർവെൽംഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ച് പ്രൈവറ്റായി പോയിരുന്ന് ഒരു 5 മിനിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ നമുക്ക് ചുരുട്ടിയിട്ടൊന്ന് റിലീസ് ചെയ്യുക എന്നുള്ളത്. വേറൊരു കാര്യം, കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം, ബ്രീതിങ് എക്സസൈസ് ഇപ്പോൾ വളരെ ബോറിംഗ് ആയിട്ട് തോന്നില്ലേ ചിലപ്പോൾ തുടങ്ങുമ്പോഴൊക്കെ? ബ്രീത് ഇൻ ചെയ്യുക, ബ്രീത് ഔട്ട് ചെയ്യുക, ഇത് എത്ര പ്രാവശ്യം കുട്ടി ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ട് ആ ബ്രീതിങ് പഠിപ്പിച്ചു കൊടുക്കാം കുട്ടികൾക്ക്. നമ്മുടെ വീട്ടിന് മുറ്റത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പൂക്കളുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മുല്ലപ്പൂവോ അല്ലെങ്കിൽ റോസാപ്പൂവോ അങ്ങനെ എന്തെങ്കിലും ഒരു പൂവ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ മൂക്കിൻ്റെ ഫ്രണ്ടിൽ ആ പൂവ് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ബ്രീത് ഇൻ എന്ന് പറയുന്നത് നമ്മൾ ഈ റോസാപ്പൂവിൻ്റെ മണം അങ്ങ് വലിച്ച് കയറ്റുകയാണ് എന്ന് വിചാരിക്കുക. ആ മണം നമ്മളൊന്ന് ശ്വാസം എടുക്കുന്നതിൻ്റെ കൂടെ നന്നായിട്ട് മണക്കുന്നു എന്നുള്ളത് വിചാരിക്കുക. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ റോസാപ്പൂ ഉണ്ട്, നമ്മൾ കണ്ണടയ്ക്കുന്നു, ശ്വാസം എടുക്കുന്നു, ആ സ്മെല്ല് വലിച്ചു കയറ്റുന്നു എന്നുള്ളത് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലൊരു ക്യാൻഡിലുണ്ട്, ഒരു മെഴുകുതിരി ഉണ്ട്. ആ മെഴുകുതിരിയുടെ തിരി നമ്മൾ അണക്കിയാണ്, നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ഊതിക്കെടുത്തില്ലേ, അതുപോലെ മെഴുകുതിരി എങ്ങനെ ഊതിക്കെടുത്തും എന്നുള്ളത് ചോദിക്കുക, എന്നുള്ളത് പറയുക. അപ്പോൾ അതുപോലെ ബ്രീത് ഇൻ ചെയ്യുമ്പോൾ റോസാപ്പൂ, ബ്രീത് ഔട്ട് ചെയ്യുമ്പോൾ ക്യാൻഡിൽ. അങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കുട്ടികൾക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ബ്രീത് ഇൻ ചെയ്യുമ്പം റോസാപ്പൂ, ക്യാൻഡിൽ എന്നുള്ളത്. ഇതിപ്പോൾ നമുക്കാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം. അത്രയും ത്രസ്റ്റ് കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷ്വലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് നമുക്ക് വേണ്ടിയിട്ടും കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഗ്രൂപ്പായിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ, ഇതെപ്പോഴും ഒരു ഫൺ ആക്ടിവിറ്റി ആയിരിക്കും എന്നുള്ളതൊന്നുമല്ല. എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് മാത്രം നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. എല്ലാ ഇമോഷനും ഇവിടെ സ്പേസ് ഉണ്ട്. സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും പുച്ഛമാണെങ്കിലും എന്താണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസാണ്. ഇതെല്ലാം നല്ലത് ചീത്ത എന്ന് ലേബൽ ചെയ്യാതെ നോക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യർക്ക് തോന്നുന്ന ഇമോഷൻസ് തന്നെയാണ്. ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ആക്ച്വലി നമ്മൾ സ്കൂളിൽ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ എൻ്റെ ഇമോഷൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്നും പഠിപ്പിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കളികളിലൂടെയും വിഷ്വലൈസേഷനിലൂടെയും കുഞ്ഞുങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയെ കുറിച്ചിട്ടാണ്.
എവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം, എവിടെയൊക്കെ ആരുടെയൊക്കെ കൂടെ നമുക്ക് ഈ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നുള്ളത് ചെയ്യാം, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് കൂടുതലും സംസാരിച്ചത്. അപ്പോൾ സ്പന്ദനത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.